ശ്യാമേ, എന്താ ശ്യാമയുടെ ഉദ്ദേശം? എല്ലാ ബാധ്യതയും തീർന്നിട്ട് എങ്ങോട്ടാ പോകുന്നേ? എടുത്ത് എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വിടില്ല. അഖിൽ സാർ, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തീർത്തു. ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ എഴുതി വെച്ചു. ബാക്കിയെല്ലാം നമ്മുടെ മോൾക്കും. മോൾ എന്നെ അംഗീകരിച്ചില്ല. അതിനവളെ തെറ്റു പറയാൻ എനിക്ക് പറ്റില്ല. അവൾ അനുഭവിച്ച അനാഥത്വം ചെറുതൊന്നും അല്ലല്ലോ. എത്ര പരിഹസിക്കപ്പെട്ടതാ, അതും സ്വന്തം കുടുംബത്തിന്ന് പോലും. അതിനവളുടെ ഉള്ളിൽ വാശി കയറി കാണും. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും അവകാശവാദവുമായിട്ട് വന്നാ ആട്ടിപ്പായിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ഞാൻ ഇനി ഈ ഭൂമിയിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അഖിൽ സാർ എവിടെയാണോ അവിടേക്ക് വരാൻ തന്നെ എൻ്റെയും തീരുമാനം. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്ന നിമിഷത്തിൽ എന്നെ സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വച്ചിരുന്നതാ. സന്തോഷത്തോടു കൂടിയാണോ യാത്രയാവുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഞാൻ അവളുടെ അമ്മയാണെന്ന്. അവളതറിഞ്ഞു. അത് മതി. ഈ ജന്മത്ത് ഇത്രയൊക്കെ നടക്കുള്ളായിരിക്കും. എനിക്കത് മതി. ഇനി അവസാനമായിട്ട് ഒരാഗ്രഹം എനിക്ക് ബാക്കിയുള്ളൂ. നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തില് സംഗീതത്തിൽ ഞാൻ ഹരിശ്രീ കുറിച്ച ഭഗവാന്റെ മുമ്പില് 4 വരി പാടണം. ശ്യാമയുടെ ജീവിതത്തിലെ അവസാനത്തെ വരികൾ. എന്നിട്ട് ആ നടയിൽ തന്നെ വിഷ്ണുപാദം പൂകണം. അഖിൽ സാർ യാത്രകൾ അവസാനിപ്പിച്ച് എന്നെ ചുമതല ഏൽപ്പിച്ചിട്ട് മടങ്ങി. ഇപ്പൊ ചുമതലയെല്ലാം പൂർത്തിയാക്കി ഞാനും യാത്രയാവുക. ഇനി നമ്മൾ എന്നും കാണും. അഖിൽ സാറിന്റെ അടുത്തേക്ക് ഞാനും എത്തുക. എടുത്തേ 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 ആ എടുത്തത് എവിടെ പോയതാ? അപ്പുറത്തെ വീട്ടിലെ സരസ്വതി ചേച്ചി ഇല്ലേ, അവർക്ക് എന്തോ ഇന്നലെ രാത്രി വയ്യാതായെന്ന് പറഞ്ഞു. ഒന്ന് ചെന്ന് നോക്കാൻ പോയതാ. എടുത്തേ അടുക്കളയിലായിരിക്കും എന്നാ ഞാൻ കരുതിയത്. ശ്യാമ എങ്ങോട്ടാ?
എങ്ങോട്ട് പോകാനാ ഒരുങ്ങിയിരിക്കുന്നേ? എനിക്കൊരു യാത്രയുണ്ട്. ആ, എങ്കിൽ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാം. എഴുതി വരണ്ട. ഇത് ഞാൻ തനിച്ചുള്ള യാത്രയാ, സമാധാനത്തിലേക്കുള്ള യാത്ര. ശ്യാമേ, ഞാൻ പറയുന്ന കേക്ക്. തനിച്ചു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തനിച്ചു പോവൂ എഴുതി. തനിച്ചേ പോകൂ. എഴുതി ഒന്ന് എൻ്റെ കൂടെ വാ. വാ. എഴുതി ഇവിടെ നിൽക്കേ. ഇത് എഴുതിക്കുള്ളതാ. പിടിക്ക പിടിക്ക. പിന്നെ ഈ ആഭരണപ്പെട്ടി ആ വിൽപ്പത്രത്തോടൊപ്പം മോളെ ഏൽപ്പിക്കണം. അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ എടുത്തേ, ഇത്രയും കാലം എൻ്റെ സങ്കടങ്ങളുടെ ഭാരം എന്നെക്കാളും ചുമന്നത് എടുത്തിയാ. ഒരുപക്ഷെ എടുത്തി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇടറി വീണു പോയേനെ ഞാൻ. പിന്നെ എടുത്തിയ വിൽപത്രം വായിച്ചായിരുന്നോ? ഇല്ല. എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം ഞാൻ എടുത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്റെ കൂടെ നിന്ന് എന്റെ കൂലിയൊന്നും അല്ല കേട്ടോ, എന്റെ ഒരു സമ്മാന. ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്റെ കൂടെ നിന്നതിന്, പലപ്പോഴും എന്റെ അമ്മയെ പോലെ എന്നെ ശാസിക്കുകയും തിരുത്തുകയൊക്കെ ചെയ്തതിന്. അതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ശ്യാമേ, എന്താ ശ്യാമയുടെ ഉദ്ദേശം? എല്ലാ ബാധ്യതയും തീർന്നിട്ട് എങ്ങോട്ടാ പോകുന്നേ? എടുത്ത് എന്തിനിങ്ങനെ ഒച്ച വയ്ക്കുന്നേ? ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വിടില്ല. ഇത്രയും നാൾ കൂടെ നിന്ന് സങ്കടം ചുമന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ നിന്നപ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയാ തോന്നിയിരുന്നേന്ന് അറിയണ്ടേ ശ്യാമയ്ക്ക്? എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല, ഒരു ലാഭവും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ശ്യാമയ്ക്ക് മനസമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് മാത്രമായിരുന്നു.